കെ എൽ വേൾഡ് വൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് പുനലൂരിന് മുമ്പായിട്ട് പത്തനായിരത്തിന് ഇടയ്ക്കാണ്. നമ്മളൊരു നാരങ്ങ കുടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. ഇവിടെ ഒരു ചെറിയ കടയുണ്ട്, അവിടെ പോയി നമുക്ക് വെള്ളം കുടിച്ചിട്ട് നേരെ ഇവിടെ നിന്ന് വണ്ടിയെടുത്ത് നമ്മൾ തിരുനെല്വേലി ശങ്കർ ഫാക്ടറിയിൽ പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നേരെ ലോഡ് എടുക്കാൻ പോവുക, അവിടുത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുക എന്നൊക്കെയാണ്. നമ്മളങ്ങനെ നേരെ ശങ്കർ ഫാക്ടറിയിൽ വന്നു. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, നമ്മുടെ വണ്ടിക്കകത്തിരുന്ന് ഫോൺ യൂസ് ചെയ്യാൻ, വെളിയിൽ പോയി യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫോണിനകത്തിരുന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഫാക്ടറി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെയാണ് വണ്ടി ടേൺ കിടക്കുന്നത്. ഓരോ വണ്ടിയുടെയും സീനിയോറിറ്റി അനുസരിച്ച് വണ്ടി പാക്കറിൽ പിടിച്ചിട്ട് ലോഡ് കയറ്റും. അപ്പുറത്ത് കാണുന്ന ഷെഡ് പോലെ കാണുന്നതാണ് രണ്ടാമത്തെ പാക്കർ. ഇത് ഒന്നാമത്തെ പാക്കറിലാണ് ഞാൻ വണ്ടി ലോഡ് കയറാനായിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഇവിടെ ലോഡ് കയറി കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ വന്ന് ഫുഡ് കഴിക്കാൻ വന്നതാണ് ഗൈസ്. ഇവിടുത്തെ ഫുഡാണിത്. ഫുഡ് എന്ന് പറയുമ്പോൾ റൈസ്, പപ്പടം, സാമ്പാർ, ചെറിയ ചെറിയ തൊട്ടുകൂട്ടാനൊന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല ഗൈസ്. ആ ലോഡ് നമുക്ക് അങ്ങനെ കൊണ്ടുപോയി ഇറക്കിയിട്ട് നേരെ തിരിച്ച് നമ്മൾ അംബുജ ഫാക്ടറിയിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അംബുജ ഫാക്ടറി രക്ഷയില്ല, അടിപൊളിയാണ്. ലോഡ് ഇറങ്ങാൻ ഇച്ചിരി പാടാണെങ്കിലും ലോഡ് കയറ്റാൻ വരുന്നിടത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല ഗൈസ്. അദാനി ഗ്രൂപ്പിൻ്റെയാണ്. അദാനി ഗ്രൂപ്പ് മേടിച്ചിരിക്കുകയാണ് അംബുജ ACCയും. ഇപ്പോൾ അംബുജ ACCയും ഒരേ ഫാക്ടറിയിൽ തന്നെയാണ് ലോഡ് കയറുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എടുക്കേണ്ടത് ACC ആണ് നമ്മൾ ലോഡ് എടുക്കാൻ പോകുന്നത്. അതെടുത്തുകൊണ്ട് നമുക്ക് പോകേണ്ടത് വെഞ്ഞാറമ്മൂട് കഴിഞ്ഞിട്ട് ആറ്റിങ്ങിൽ പോകുന്ന റൂട്ടിലാണ്. ആറ്റിങ്ങിൽ പോകുന്ന റൂട്ടിലാണ് നമ്മുടെ ഗോഡൗൺ വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, വൈബ് സ്ഥലമാണ്. നമ്മുടെ ശങ്കറിനെങ്ങാട്ടി പൊളിയാണ് കാണാനും. പക്ഷേ നമ്മുടെ ശങ്കറിൽ ലോഡ് എടുക്കാൻ വരുന്നതിൻ്റെ ഏകദേശം 4/1 അല്ലെങ്കിൽ പകുതി കുറവായിട്ടേ ഇവിടെ വണ്ടികൾ കാണാൻ സാധിക്കുന്നുള്ളൂ. കുറച്ച് വണ്ടികൾ ലോഡ് എടുക്കാനൊക്കെ വരുന്നുള്ളൂ. ഒരുപാട് വണ്ടികളോ അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ശല്യമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വന്ന് ലോഡും കയറ്റിക്കൊണ്ട് പോകാം. പക്ഷേ ഇവിടെ ലോഡ് എടുക്കാൻ വരുമ്പോൾ ഇവിടുത്തെ അംബുജയുടെ GPS ഉണ്ട്. ഇവിടെ തന്നെ ആൾക്കാരുണ്ട്. അവർ വന്ന് നമ്മുടെ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് ലോഡ് എടുക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് GPS അവർ വണ്ടിയിൽ തന്നെ അവിടുത്തെ ആൾക്കാർ വന്ന് സെറ്റ് ചെയ്ത് ഓക്കെ ആക്കി തരും. അവരുടെ ലോഡ് അവർക്ക് എവിടേക്ക് എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. നമ്മുടെ GPS നമ്മുടെ വണ്ടിയിലുണ്ട്. അതല്ലാതെ കമ്പനിക്ക് GPS അല്ലാതെ നമ്മൾ ഈ അംബുജയുടെ ഒരു GPS വണ്ടി സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാക്കറിൽ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടേക്കാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ലോഡ് എടുത്ത് ഓടി വെഞ്ഞാറമ്മൂട് കഴിഞ്ഞ് നമ്മുടെ അംബുജ ഗോഡൗണിലെത്തിയേക്കാണ്. ഇതാണ് ഗോഡൗണിലോട്ട് ഇറങ്ങുന്ന വഴി. ഒരു ഇറക്കം പോലാണ്, ചെറിയ സ്ലോപ്പാണ്. അങ്ങനെ നമ്മളവിടെ കൊണ്ടിട്ടിട്ട് കാപ്പി പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ എല്ലാ മിക്ക സിമെൻറ്റും ഉണ്ട്. രാംകോ, അംബുജ, അൾട്രാടെക്, അങ്ങനെ മിക്ക എല്ലാ ബ്രാൻഡും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഗോഡൗണിലെ വിശേഷം എന്ന് പറയുന്നത്, ഈ ഗോഡൗണിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലൊരു ഗ്യാസ് ഏജൻസി ഉണ്ട്. ഗ്യാസ് ഏജൻസിയും കഴിഞ്ഞിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു വഴി പോകുന്ന ആ വഴി അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മുടെ ഗോഡൗൺ. നമ്മൾ ഗ്യാസിൻ്റെ വണ്ടികളൊക്കെ ഇവിടെ ഭാരത് ബെൻസ് ആർവിൽ വണ്ടിയൊക്കെ കിടപ്പുണ്ട്. ഈ അംബുജ സിമെൻറ്റ് എന്ന് എഴുതിയിരിക്കുന്ന ബിൽഡിങ്ങാണ്. അവിടെയാണ് ഓഫീസ് സ്റ്റാഫുകളൊക്കെ ഇരിക്കുന്നത്, നമ്മുടെ അംബുജയുടെ കാര്യങ്ങളും പേപ്പർ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ നമ്മൾ ഈ വഴി നേരെ കാണുന്നതാണ് ഈ ഗ്യാസ് ഏജൻസി. അപ്പോൾ അതുവഴി തന്നെ അതിനോട് ചേർന്ന് തന്നെ ലെഫ്റ്റ് റോഡ് ഉള്ളിലോട്ട് പോകുന്നുണ്ട്. ആ ഉള്ളിലോട്ട് പോകുന്ന റോഡിലാണ് നമ്മുടെ സിമെൻറ്റ് ഇറക്കി വെക്കാനുള്ള ഷെഡൊക്കെ ഉള്ളത്. ഇവിടെ ഒരു വണ്ടി പാതിക്ക് ലോഡ് ഇറക്കിയിട്ടുണ്ട്, അത് രാംകോയാണ്. രണ്ടാമതൊരു വണ്ടി വന്നിട്ടുണ്ട്, അതും രാംകോ തന്നെയാണ്. 2 വണ്ടിയും രാംകോയാണ്. നമ്മുടെ വണ്ടി ACC ആയതുകൊണ്ട് അത് ACCയുടെ ഷെഡിൽ കൊണ്ടിട്ടേക്കാണ്. ACCയുടെ ഷെഡ് അപ്പുറത്താണ്. ഈ കാണുന്ന മഹയുടെ ഷെഡാണ്. മഹയുടെ ഇപ്പുറത്ത് കാണുന്നത് വേറെ സിമെൻറ്റാണ്. അപ്പോൾ രണ്ട് ഷെഡ്, ഓരോന്നിനും ഓരോ ഷെഡാണ്. ഓരോ ബ്രാൻഡ് സിമെൻറ്റിനും ഓരോ ഷെഡാണ്. നമ്മുടെ ഗോഡൗണിൻ്റെ അവസ്ഥ ഇതാണ് ഗൈസ്. നമ്മുടെ വണ്ടി ഏകദേശം പകുതിയായി, ലോഡ് ഇറങ്ങി കഴിയാറായി. നമ്മൾ എങ്ങനെയും നമ്മുടെ ലോഡ് ഇറക്കിയിട്ട് ഇവിടുന്ന് സ്ഥലം വിടണം ഗൈസ്. നമ്മുടെ ഭായിമാരൊക്കെ പകുതി ഇറക്കിയിട്ട് റെസ്റ്റ് എടുക്കുക. നമുക്ക് വയ്യ, ഊപ്പാട് വന്നു. അങ്ങനെ ഇവിടെ എല്ലാ സിമെൻറ്റും ഇരിപ്പുണ്ട്. നമ്മുടെ സിമെൻറ്റ് ഏകദേശം കുറച്ച് ഇവിടെ കഴിയുമ്പോൾ ഇറക്കി വെക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ സിമെൻറ്റിൻ്റെ പാക്കറ്റ് കുറച്ച് പൊട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതെല്ലാം ഈ സൈഡ് കൊണ്ട് ഓപ്പൺ ആയിട്ടിരിക്കുക, കറക്റ്റ് അടയുന്നില്ല പാക്കറ്റൊന്നും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ലോഡൊക്കെ ഇറക്കിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ തെമ്മല വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ അടിപൊളി ഒരു കാഴ്ച കാണാനിടയായി. കുരങ്ങന്മാരുടെ ഒരു ഫാമിലി തന്നെ ഇവിടെ ഉണ്ട് ഗൈസ്. അവരെല്ലാം എൻജോയ് ചെയ്യാണ്, പ്രകൃതിയിൽ ആസ്വദിച്ച് അവരുടെ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്.
ഒരു കുരങ്ങൻ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് ഗൈസ്. നമ്മളെ വണ്ടി ചാടി കയറാനുള്ള പരിപാടിയാണ്. കയ്യിലെന്തെങ്കിലും ആഹാരമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മളെ അറ്റാക്ക് ചെയ്ത് മേടിച്ചുകൊണ്ട് പോകും ഗൈസ്. നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ വണ്ടി ചാടി കയറി ഗൈസ്. നമ്മളതിന് മുമ്പേ ഗ്ലാസ്സൊക്കെ ഇട്ട് സേഫ് ആവും. നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ കുരങ്ങന്മാരൊക്കെ അവിടെ എവിടെയൊക്കെ ഇരുന്ന് അവരെന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ചാടി കളിക്കുകയാണ്. നമ്മളവരെ കണ്ട് അവരുടെ ലൈഫൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഗൈസ്. നമുക്കിനി നേരെ തിരുനെൽവേലി ഓടിപ്പോയി അടുത്ത ലോഡ് എടുക്കാനുള്ളതാണ്. ഇപ്പം തന്നെ വൈകിട്ടായി. അപ്പോൾ ഇനി ഇന്ന് നൈറ്റ് ലോഡ് ഓർഡർ ഉണ്ടെങ്കിലേ നമുക്ക് കയറാൻ സാധ്യതയുള്ളൂ. ഓർഡർ ഉണ്ടെങ്കിൽ നമുക്കൊരു 2 മണിക്ക് ലോഡ് കിട്ടുന്നതായിരിക്കും രാത്രി. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വെളുപ്പിനെ ലോഡ് കയറാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അവിടെ വണ്ടിയുടെ വിലക്കും അനുസരിച്ച് ടണ്ണേജ് ഫില്ലാവുന്നതനുസരിച്ച് നമുക്ക് ലോഡ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഒരു ദിവസം ഒരു ഷിഫ്റ്റിൽ അവർ ഇത്ര വണ്ടിയെ കയറ്റി വിടാറുള്ളൂ. അപ്പോൾ അവർക്കൊരു കണക്കുണ്ട്. അതിനനുസരിച്ച് അവരുടെ ടണ്ണേജ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടി അടുത്ത ഷിഫ്റ്റിന് കയറാൻ സാധ്യതയുള്ളൂ. ഓരോ ഷിഫ്റ്റ് നടക്കുമ്പോൾ പറഞ്ഞാൽ 2 മണി ടു ഒരു 8 മണി 10 മണിക്കുള്ളിലായിരിക്കും. രാവിലെ ആയാലും പകലായാലും അത് തന്നെ. നമുക്ക് നൈറ്റ് ലോഡ് കയറും, പകലും ലോഡ് കയറും. നൈറ്റ് 2 മണി തൊട്ട് പകലൊരു 8 മണി 10 മണി വരെ. പകലായാലും അത് തന്നെ. പകൽ ഉച്ചയ്ക്ക് ഒരു 2 മണി മുതൽ വൈകിട്ടൊരു 7 മണി 8 മണി 10 മണി വരെ കാണും. അത് ടണ്ണേജ് അനുസരിച്ച് 8 മണിക്കും 10 മണിക്കും നിർത്തുന്നവർ. ടണ്ണേജ് ഫില്ലായി കഴിഞ്ഞാൽ 7 മണി 8 മണി ആകുമ്പോഴേ നിർത്തിയിട്ട് ലോക്കൽ വണ്ടികൾ കയറ്റാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് പിന്നെ ലോഡ് കയറ്റാൻ പറ്റത്തില്ല. ടണ്ണേജ് ഫില്ലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മണി വരെ ടണ്ണേജ് ആവുന്നവരെ അവർ നമ്മളെ വരുന്ന വണ്ടികൾ ലോഡ് കയറ്റാനകത്ത് കയറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ചെറുക്കൻ ഗോവൻ നമ്മുടെ ചെറുക്കൻ കുരങ്ങന്മാർ ഇരിക്കുന്നുണ്ടിട്ട് അവന് പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. അവൻ എല്ലാത്തിനെയും ഓട്ടിക്കുക. അപ്പം ഞാൻ അവൻ്റെ കോപ്രായങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കേസ്. അവൻ കുരങ്ങനെ പേടിപ്പിക്കുന്നു. കുരങ്ങൻ അതിനെയും കാട്ടി അവനെ പേടിപ്പിക്കുന്നു. എന്താ ചെയ്യുക? കുരങ്ങൻ്റെ കയ്യിൽ നിന്ന് കടി മേടിക്കാനുള്ള പരിപാടിയാണ്. ആ കുരങ്ങനാന്നൊരു കൈയില്ല. അവിടെ നിന്ന് ഒരു കടയിലൊരു ചേട്ടൻ പറഞ്ഞത് ഈ കുരങ്ങൻ ഭയങ്കര വിഷയമാണ്, അവൻ്റെ അടുത്തോട്ട് പോകരുത്. അതിൻ്റെ കൈ പോയത് തന്നെ അതിൻ്റെ അഹങ്കാരം കൊണ്ടാണ്. ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ളൊരു കുരങ്ങനാണ്. ഇവ അങ്ങോട്ട് പേടിപ്പിക്കും, അതിനപ്പുറം ആ കുരങ്ങൻ ഇവനെ പേടിപ്പിക്കും. ഇവൻ്റെ പരിപാടികളൊന്നും അതിൻ്റെ അടുത്ത് നടക്കുന്നില്ല. ഇവനെ പേടിച്ച് ബാക്കിയെല്ലാം ഓടി. അത് മാത്രമേ ഉള്ളൂ. ഇയാൾ അതിനെ ഓടിക്കാൻ വേണ്ടി ഇയാൾ പുറകെ ഓടുക. ഇയാൾ കല്ലെടുത്ത് കഴിഞ്ഞപ്പോൾ കുരങ്ങൻ പേടിച്ചു, അല്ലാതെ കുരങ്ങനെ പേടിയൊന്നും ഇല്ലായിരുന്നു. ഇയാൾ കല്ലെടുത്ത് പേടിച്ച് ഓടുമ്പോൾ ഇയാൾ പുറകെ ഓട്ടിക്കുക വരും. കഷ്ടം, അതെല്ലാം ഓടിപ്പോയി. ഒരു രസമല്ലേ ഗൈസ് ഇതൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.